വെൽക്കം ബാക്ക് ടു ഫ്ലൈയിങ് ബേർഡ്സ്. നമ്മുടെ കൂണിൻ്റെ സെക്കൻഡ് പാർട്ടാണ് വരുന്നത്. ഒരു ആൾ എന്നോട് കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ പറയണ്ടായി, അടുത്ത ദിവസങ്ങളിലൊക്കെ അവിടെ പോയി നോക്കിക്കോളൂ, അപ്പോൾ വീണ്ടും ഉണ്ടാവുന്നു കൂണ്. അത് ശരിയായിരുന്നു. ഇത് ദേ ഇന്ന് ഇവിടെ വീണ്ടും കൂണാണ്. നോക്ക്, വീണ്ടും കൂണുകൾ മുളച്ചിട്ടുണ്ട് കേട്ടാ. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ റൈറ്റ് സൈഡിലായിരുന്നു എന്ന് മാത്രം. ഇത് കഴിഞ്ഞ പ്രാവശ്യം ലെഫ്റ്റ് സൈഡിലാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ റൈറ്റ് സൈഡിൽ, അതിൻ്റെ അപ്പുറത്തെ സൈഡിലുണ്ടായാണ്. ഇന്നും നമുക്ക് നല്ല ഭാഗ്യമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും കൂടുതലാന്ന് തോന്നുന്നു ഈ പ്രാവശ്യം ഉണ്ടായേക്കണേ. ഇതേ ഒരു ചെറിയ മുറ നിറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം കൂണ് നമ്മൾ വറുത്തരച്ചല്ലേ വെച്ചേ. ഈ പ്രാവശ്യം നമുക്കൊന്ന് കൂണ് ഫ്രൈ ചെയ്യാം, നല്ല ഉള്ളിയൊക്കെ ഇട്ട്. പിന്നെ ഇത് നന്നാക്കണതൊന്നും ഞാൻ കാണിക്കണില്ല, കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടല്ലോ. പിന്നെ കുറേ പേര് പറഞ്ഞു ഇതിൻ്റെ ഈ അടിഭാഗത്ത് ഇങ്ങനെ ഈ തണ്ട് കളയണ്ട, അത് യൂസ് ചെയ്യാമെന്ന്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ അത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നന്നാക്കി ക്ലീൻ ചെയ്ത് കാണിക്കാം. കൂണ് ഡ്രൈ ഫ്രൈ ചെയ്യാനായിട്ട് ആദ്യം നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കുക. വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്യണേ. ചൂടായി കഴിക്കാം. കുറച്ചധികം എണ്ണ വേണ്ടി വരും കേട്ടോ. എണ്ണ ചൂടായി കഴിഞ്ഞ് ഒരു ബൾബ് വെളുത്തുള്ളി നല്ലോണം ചതച്ചിടുക. വെളുത്തുള്ളി നല്ലോണം മൂത്ത് കഴിയുമ്പോൾ ചെറുള്ളി, ഇത് നല്ലോണം വേണം കേട്ടോ. നല്ലോണം എന്ന് പറഞ്ഞത് അരിഞ്ഞത് തന്നെ ഒരു 4 പിടിയോളം ഉണ്ട്. ഇത് നല്ലോണം വഴറ്റിയെടുക്കാം. ഈ ഉള്ളി ഒരുവിധം മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചേക്കട ഉണക്കമുളകാണ് എരിവിനായിട്ടിടണേ. കഴിഞ്ഞ പ്രാവശ്യത്തെ കറി ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടാണ്. അത് വറുത്തരച്ചല്ലേ വെച്ചേ. ഇതിപ്പോൾ വേറൊരു സ്റ്റൈലിൽ വെച്ച് നോക്കാം. ഇങ്ങനെ ഇവിടെ ചെയ്യാറുണ്ട് കേട്ടോ. എരിവിന് ആവശ്യത്തിന് ഓരോരുത്തരുടെ എരിവനുസരിച്ചൊക്കെ ഇടാം കേട്ടോ. ഇനി ഇത് നന്നായി മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ബാക്കി സാധനങ്ങൾ ചേർത്താൽ മതി. ഇതിലേക്ക് കറിവേപ്പില ഇടാം, മഞ്ഞൾപ്പൊടി ഇടാം, മുളക് പൊടി കുറച്ചിടാം. മഞ്ഞൾപ്പൊടി നല്ലോണം ഇടണം കേട്ടോ. കൂണല്ലേ, വല്ല കീടാണുക്കളൊക്കെ ഉണ്ടെങ്കിൽ പോട്ടെ. ഒരു കളറിനായിട്ട് കുറച്ച് മുളക് പൊടി ഇടാം. ഇപ്പം നല്ലോണം മുരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഈ ഉള്ളി തന്നെ ഇടാൻ നോക്കണം. സവാള ഇട്ട് കഴിഞ്ഞാൽ അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പം നല്ലോണം ക്രിസ്പി ആയി തുടങ്ങി. ഇനി നമുക്ക് കൂണിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിലെ വെള്ളം വറ്റിച്ചെടുക്കണം. അത്രേ ഉള്ളൂ പണി. ഇപ്പം നമ്മുടെ കൂണ് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു നുള്ളു മസാല, അധികം വേണ്ട,
ഇത് നുള്ളു മതി. നമ്മുടെ കൂണ് കറി ഇതേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കറിയാണ്. പ്രകൃതി നമുക്ക് ഇത് 2ാമത്തെ പ്രാവശ്യമാണ് ഈ കൂൺ തരുന്നത് കേട്ടോ. കറക്റ്റ് 28ാമത്തെ ദിവസമാണ് ഇത് 2ാമത് ഉണ്ടായത്. ആദ്യം കഴിഞ്ഞ മാസം ഈ സമയത്താണ് ഉണ്ടായത്. ഞാൻ എണ്ണി നോക്കിയപ്പോൾ 28 ദിവസം, കറക്റ്റ് ഒരു മാസം. ആ സമയത്ത് 2ാമതും ഉണ്ടായി. ഇനി അടുത്ത മാസം കൂടി ഒന്ന് പോയി നോക്കണം. എന്തായാലും ഈ കറി അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. നല്ല മണം, ഈ വീട് നിറയെ ഈ കറിയുടെ മണമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മെസ്സേജ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.